ബഹളം വെക്കാതെ പിള്ളേരെ. എന്തുവാടോ ഇത് പിള്ളേരുടെ കൂടെ ചേർന്ന്? കാർ സൂപ്പർ ആയിട്ടുണ്ടല്ലോ. ബെൻസ് കാർ 45 lakhs. മരിക്കുന്നതിന് മുമ്പ് എന്റെ അമ്മയും ഭാര്യ ആ സീറ്റിന്റെ പുറകിലിരുത്തി ഡ്രൈവ് ചെയ്യണമെന്ന് തോന്നുകയാണ്, മീറ്റർ ഇടാതെ. അയ്യടാ, അതിനകത്തുള്ള പെണ്ണ് സൂപ്പറാണല്ലോ. സാറേ, ഏതെങ്കിലും ലോട്ടറി ടിക്കറ്റിൽ കാർ അടിക്കുകയാണെങ്കിൽ കൂടെ ഈ പെൺകുട്ടി ഫ്രീ ആണെന്ന് പറഞ്ഞെങ്കിൽ എന്ത് ഉഷാറായിരുന്നു, അടിച്ച് പൊളിക്കായിരുന്നു. Ram! Ram! ചക്രം നിക്ക്. ചക്രം, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ചക്രം, ചക്രം നിക്ക് പ്ലീസ്. ചക്രം ഹൈദരാബാദിലുണ്ടെന്ന്. ഹലോ, ഞാൻ റെഡിയാണ് സംസാരിക്കുന്നത്. എനിക്ക് അർജന്റ് ഗസ്റ്റ് ഹൗസ് വേണം. അമ്മാവാ, ചക്രാമിനെ ഒരു ഓട്ടോയിൽ കണ്ടു. ഇതാ നമ്പർ. കണ്ട ഉടനെ ഓടിപ്പോയി. എത്ര വിളിച്ചിട്ട് നിന്നില്ല. കൂടെ ഒരു പെണ്ണും കുറച്ച് കുട്ടികളും ഉണ്ടായിരുന്നു. അവരെ ഞാൻ വിളിച്ചിട്ട് നിന്നില്ല. നിങ്ങൾ എന്നോട് നൂൺ ഷോട്ട് ടിക്കറ്റ് ചോദിച്ചാ ഞാൻ മോർണിംഗ് ഷോക്ക് കയറി. ഒരു മിനിറ്റ്. ആ, നീ അങ്ങോട്ട് ചെയിൻ വാങ്ങിച്ചു കൊടുക്കുന്നു, അവരിങ്ങോട്ട് ചെയിൻ വാങ്ങിച്ചിരുന്നു. കാശെല്ലാം ചെലവാകുമല്ലോ. നിങ്ങൾ പിണങ്ങിയിരിക്കുമ്പോ കുഴപ്പമില്ലേ? സത്യ പറയുന്നെന്ന്. ഒരു മിനിറ്റ്. അവള് മട്ടൻ കറി ഉണ്ടാക്കോ, നിങ്ങൾ മീൻകറി ഉണ്ടാക്കോ? കഴിച്ചെന്റെ വയറ്. ഒരു മിനിറ്റ്. വയറ് വലുതായി ഹാൻഡിൽ വയറിലിടിക്കും. വേണ്ട, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. വെറുതെ എന്തിനാ കാശ് ചെലവാക്കുന്നത്? വരില്ലെന്ന് പറഞ്ഞില്ലേ വരില്ലെന്ന്. ഒന്നുമില്ല മോളെ, ഇവിടെ ചുമ്മാ പിള്ളേര് വന്ന. ഫോൺ കൊടുക്ക്. ചക്രം എവിടെ? ചക്ര വണ്ടിയുടെ മുമ്പിൽ ഒന്നുണ്ടോ, വണ്ടിയുടെ പുറകിൽ രണ്ടെണ്ണം. ഇതിൽ ഏതാ നിങ്ങൾക്ക് വേണ്ടത്? ഞങ്ങൾ ഓട്ടോറിക്ഷക്കാർ ആറ്റമ്പോ പോലെയാ. ഞങ്ങളോട് തമാശ ഒന്നും കളിക്കരുത്. ഫോണ്ടാ. മമ്മി, ഡാഡി, who are you? മമ്മി, എന്താടാ ഫ്രൂട്ടി? എവിടേക്കാ പോകുന്നേ? ഫാം ഹൗസിലേക്കാ പോകുന്നേ. എന്തിന്? പാർട്ടി ഉണ്ട്. ബോയ് ഫ്രണ്ട്സ് ആണോ ഗേൾ ഫ്രണ്ട്സ് ആണോ?
ബോയ് ഫ്രണ്ട്സ് ഏ? എല്ലാം 2-3 ഗേൾ ഫ്രണ്ട്സും ഉണ്ട്. ഞാൻ ബോംബെക്ക് പോവാണ്. എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമോ? ബോംബെ ഡ്രോപ്പ് ചെയ്യാൻ പെട്രോൾ ഉണ്ടോ? പെട്രോളിന് കാർഡുണ്ട്, അപ്പൊ ചെലവിന് ക്രെഡിറ്റ് കാർഡും ഉണ്ട്. എന്നാ പിന്നെ വിട്ടോളേ ഡാഡി. വന്നോണ്ടിരിക്കുക. വാവ്, നല്ല ഭംഗിയായിട്ടുണ്ട്. ഛേ, സിനിമ ഹീറോയിൻസ് പോലും നിങ്ങളുടെ മുമ്പിൽ ഒന്നുമല്ല. വാ വാ, കം കം വാ. ഇന്നാണ് നിങ്ങളുടെ ലൈഫിലെ ടേണിംഗ് പോയിന്റ്. നിങ്ങളുടെ സ്വപ്നം എല്ലാം നിറവേറ്റാൻ പറ്റും. പേടിയോ? എന്തിന്? നല്ല ജോളിയായിരിക്കും. ഇഷ്ടംപോലെ കാശുള്ളവരാ. ചുമ്മാ ജസ്റ്റ് 1 hour കമ്പനി കൊടുത്താ മതി. 10,000 രൂപ പെർ ഹെഡ്. മുഴുവൻ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിക്കാം. ഓക്കെ അല്ലേ? വാ. അങ്ങേർക്ക് സിംഗപ്പൂരിൽ ഒരു 5 star റിസോർട്ട് ഉണ്ട്. ഞാൻ അടുത്ത ആഴ്ച പോകുന്നുണ്ട്. വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും വരാം. എന്താ, വരുന്നുണ്ടോ? ചക്രം. എന്താ നടന്നെന്ന് നിങ്ങൾക്ക് അറിയാമോ? പൊട്ടിക്കറി. ഞാൻ കൃത്യസമയത്ത് ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങളെ വല്ല ബോംബെയിലോ ദുബായിലോ വേശ്യാലയത്തിൽ കണ്ടേനെ. പണത്തിനേക്കാളും മഹത്വമുള്ളത് ജീവിതത്തിൽ പല കാര്യങ്ങളുണ്ട്. വാല്യൂസ്, സ്റ്റാൻഡേർഡ്സ്. ഇതൊന്നും കാശുകൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്നതല്ല. പണത്തിന് വേണ്ടി നമ്മൾ സ്വയം നശിക്കരുത്. നമ്മളാണ് നമ്മുടെ ഏറ്റവും വലിയ സ്വത്ത്. നന്നായി പഠിക്കാൻ നോക്ക്, നല്ല മാർക്ക് വാങ്ങിക്കാൻ നോക്ക്. ഇന്ന് കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നാളെ നിറയെ അവസരങ്ങൾ കിട്ടും. ഇവിടെയും വിദേശത്തൊക്കെ എന്ത് വേണമെങ്കിലും നമുക്ക് കിട്ടും. എത്ര വേണമെങ്കിലും സമ്പാദിക്കാം. ജസ്റ്റ് ബി ഹോണസ്റ്റ് ആൻഡ് വർക്ക് ഹാർഡ്. ഇനി ഈ തെറ്റ് ആവർത്തിക്കരുത്. നന്നായിട്ട് പഠിക്കണം. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ഗോ. റൈറ്റ്. സാറേ എടോ ഗിരി, സാറേ വരണ്ട, ഓടിപ്പോക്കോ. എന്തു പറ്റി? വരണ്ട, ഓടിപ്പോക്കോ. സാറിനെ പൊക്കാൻ ആൾക്കാർ വന്നിട്ടുണ്ട്. ഓടിക്കോ. ചക്രം പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്യാം. ഇത് ഫിലിം നഗറാ. സൂക്ഷിച്ച്. എന്നെ വിട്. ഒരു നിമിഷം. വിടാൻ. അത് പിന്നെ അച്ഛാ എന്താടാ ഇതെന്താണെന്ന് നിന്നോടാ എന്താ ഇത്? ഒരു അക്ഷരം പോലും പറയാതെ എഴുതി വെച്ചിട്ട് ഓടി പോവിടുന്ന എന്റെ തല അർത്ഥ പോലെ ഉണ്ടായിരുന്നു. ഞാൻ എന്ത് തെറ്റാ ചെയ്തതെന്ന്? ശരി, സ്വന്തം അച്ഛന് നീ വെറുതെ നൽകുന്നില്ല, സാരമില്ല. അറ്റ്ലീസ്റ്റ് സ്വന്തം അമ്മയെങ്കിലും നിനക്ക് ഓർമ്മയുണ്ടോ? അവൾ കരഞ്ഞോണ്ടിരിക്കുകയാണ്. ആത്മഹത്യയൊന്ന് പേടിയാണ് എനിക്ക്. വീട്ടിലേക്ക് പോവാം. അമ്മയുടെ പേരും പറഞ്ഞ് എന്നെ കല്യാണം കഴിപ്പിക്കാൻ നോക്കാണോ? ഞാൻ വരുന്നില്ല. എനിക്ക് കല്യാണം ഇഷ്ടമല്ല. നിനക്ക് കല്യാണത്തിന് ഇഷ്ടമല്ലേ? മോളെ, ഇവളോട് മറുപടി പറയടാ. ഇവളോട് പറ എന്തിനാ ദ്രോഹിച്ചെന്ന്. ഇവള് വിശ്വസിപ്പിച്ച് ആശ കൊടുത്ത് സ്നേഹിച്ച് കല്യാണം കഴിക്കാന്ന് വാക്ക് കൊടുത്ത് മണ്ഡപത്തിൽ ഒളിച്ചോടിപ്പാൻ നിനക്ക് നാണമില്ലേടാ? സോറിടാ, നിന്റെ സ്വന്തം അച്ഛനും അമ്മയ്ക്ക് നീ വിവരം കൽപ്പിക്കുന്നില്ല. ഞങ്ങളോട് മറുപടി വരേണ്ട ആവശ്യമില്ല.
എന്ന് ഇവളോട് നീ തീർച്ചയായിട്ടും മറുപടി പറഞ്ഞു തന്നെ ആകണം. എനിക്ക് ഈ കല്യാണത്തിന് ഇഷ്ടം. അതെന്താ അമ്മാവ, ചോദിച്ചത്? വേണ്ട. ഒരു മിനിറ്റ് പ്ലീസ് പ്ലീസ്. നീ ചോദിക്കേ. ചക്രം, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ എന്താടാ? പ്ലീസ്. പിന്നെ എന്തിനാ പോയത്? എനിക്ക് നിന്നെ ഇഷ്ടമല്ല, അത് തന്നെ. അപ്പൊ ഇഷ്ടമാണെന്ന് നീയല്ലേ പറഞ്ഞത്? ഇപ്പൊ എന്താ ഇഷ്ടമല്ലാത്തെ? പെട്ടെന്ന് എന്താ ഉണ്ടായത്? നിന്നെ ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പം നീ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചില്ലല്ലോ. കാരണം അത് നിനക്ക് ഇഷ്ടമായതുകൊണ്ട്. ഇപ്പൊ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോ നീ എന്തിനാ അതിന്റെ കാരണം ചോദിക്കുന്നേ? നിനക്ക് ഇഷ്ടപ്പെടാത്തത് നീ കേട്ടതുകൊണ്ട്. എല്ലാം നിന്റെ ഇഷ്ടമല്ലേ? ദിസ് ഈസ് നോട്ട് ഫെയർ ലക്ഷ്മി. ലവ്, ഹേറ്റ്, ഇഷ്ടം, അനിഷ്ടം, ഇതെല്ലാം മനസ്സിന്റെ ഫീലിംഗ്സാ. ഫീലിംഗ്സിന് റീസൺസ് ഉണ്ടാവില്ല. ഐ ഡോണ്ട് ലൈക്ക് യു. നിന്നെ എനിക്ക് ഇഷ്ടമല്ല, അത്ര തന്നെ. എന്റെ മുഖത്ത് നോക്കി പറ, എന്നെ നിനക്ക് ഇഷ്ടമല്ലേ? ശരി, നിന്നെ തന്നെ നോക്കി പറയാം. എനിക്ക് നിന്നെ തീരെ ഇഷ്ടമല്ല, അത്രയേ ഉള്ളൂ. മതിയോ? എടാ, നിക്കടാ. നിങ്ങൾ ബഹളം വെക്കാതെ ഞാൻ പറയുന്ന ഞാൻ പോയി സംസാരിച്ചിട്ട് വരാം. അതുവരെ ഒന്ന് സമാധാനിക്കേ. വിടങ്ങോട്ട്. എന്താ ഇത്? എന്താ ബഹളം? ചക്രോ എന്ന് പേരുള്ള ഒരാളെ നിങ്ങൾ കിഡ്നാപ്പ് ചെയ്തോ? അല്ല, നിങ്ങൾ വിളിച്ചോണ്ട് വന്നോന്ന്. നിങ്ങക്ക് ഭ്രാന്താണോ? ഞാൻ ആരാന്നറിയോ? ആ ചക്ര എന്റെ ആരാന്ന് നിങ്ങൾക്കറിയോ? ഇൻസ്പെക്ടർ സാർ, എന്നെ ആരും കിഡ്നാപ്പ് ചെയ്തല്ല. ഞാനിവിടെ സേഫാണ്. മിണ്ടല്ലേ. ഇതെനിക്ക് നല്ല പരിചയമുള്ള ഒരാളാ. എന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഞാനിങ്ങ് വന്നേ. എന്റെ ആൾക്കാർ സാറിന് ഒരുപാട് ബുദ്ധിമുട്ടിച്ചല്ലേ? അവരടിച്ചോ? നിങ്ങളെന്തിനാ വിഷമിക്കുന്നേ? ഉപദ്രവിച്ചോ? എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഇതൊക്കെ ആരാ നിങ്ങളോട് പറഞ്ഞേ? ഇടം നിന്നെ ഞാൻ കാണിച്ചു തരാട്ടോ. പരിചയമുള്ള ഒരാളോട് ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നതാ. അപ്പോഴേക്കും പോലീസ് കിഡ്നാപ്പ് എന്ന് പറഞ്ഞാലോ എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടോ? ആ സാരമില്ല, പോട്ടെ, വാ വാ വാ, നമുക്ക് പോ. നടക്ക. ആ പെണ്ണെടാ, എന്താ എന്താന്ന് പറ. ആ പെണ്ണെടാ.